എല്ലാവർക്കും നമസ്കാരം. നിലമ്പൂർ തേക്കുമായി ഗുജറാത്തിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലെ ദുലയിലാണുള്ളത്. അപ്പോൾ സമയം അതേ 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. സൂര്യനൊക്കെ അതേ ഉദിച്ച് വരുന്നു. അങ്ങോട്ട് പോയാൽ ഇൻഡോറ്, ഇങ്ങോട്ട് പോയാൽ നാസിക്ക്. നമ്മൾ ആ റൂട്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ നമുക്ക് രാവിലെ പോകാമെന്നാണ്. ഇപ്പോൾ പുത്തേ ട്രാവലോൻ്റെ നിലമ്പൂർ തേക്കുമായി ഗുജറാത്തിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇച്ചിരി നേരത്തെ തുടങ്ങിയേക്കുന്ന കേട്ടോ, പതിവില്ലാതെ. അതെ, ക്യാമറമാൻ്റെ സൗണ്ടൊക്കെ തെളിഞ്ഞ് വരുന്നുള്ളൂ, കൂകി തെളിയുന്നതേ ഉള്ളൂ. അന്തരീക്ഷത്തിൽ എപ്പടി മൂടല, മഞ്ഞുണ്ട്, പൊടിയുണ്ട് കേട്ടോ, മൂടൽ മഞ്ഞുണ്ട്. ഏഷ്യൻ ഹൈവേയുടെ ഭാഗമായ NH53 കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂറത്ത് കൊൽക്കത്ത ഹൈവേ. അവിടെ എല്ലാം ചുടുകട്ടക്കളം, നല്ല ഗോതമ്പ് പാടം. മഹാരാഷ്ട്രയിൽ നിന്ന് ഡീസൽ അടിച്ചോണ്ട് പോകണം, ഇല്ലെങ്കിൽ ഗുജറാത്ത് മഹാരാഷ്ട്രക്കാട്ട് ഡീസലിന് വില കൂടുതലാണ്. ഇവിടെ 90 രൂപ 59 പൈസയാ. ഇന്നലെ നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് അടിച്ചെടുത്ത് ഇതിലും വില കൂടുതലായിരുന്നു. 91 രൂപ 2 പൈസയായിരുന്നു. അത് ട്രാൻസ്പോർട്ടിങ്ങിന്റെ വ്യത്യാസം. തെക്കൂട് പുള്ളിക്ക് മനസ്സിലായില്ല എന്നാ തടിയാണ്. പറഞ്ഞു കൊടുക്കടാ, നിനക്ക് ഭയങ്കര ഹിന്ദി ഒക്കെ അറിയല്ലോ. फर्नीचर बनाने के लिए, घर बनाने के लिए वुड, लकड़ी अच्छा है, टेकवुड अच्छा है, सुपर है. ये आप उसका ये कर देंगे, ट्रांसफर कर देंगे. हाँ, और ये खेत में लगाने भी दे देंगे आप. खेत में, हाँ खेत में ले जाते हैं. खेत में ऐसा जानवर है, जानवर पे रखते हैं. फॉरेस्ट में अगर हमने खेत में लगाने को बोला, आपको हमको लगाने का ये पेड़, समझ रहे हैं? हाँ ഇതിന്റെ തൈ എവിടെ നിന്ന് കിട്ടാണ് ഇപ്പോ തേക്കിന്റെ? നമ്മുടെ അങ്ങോട്ട് വന്നാ പോരെ, ഇഷ്ടം പോലെ. महाराष्ट्र में है ना, അവിടെ നിൽപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു അങ്ങോട്ട് നോക്കാന്. साग हमारे उसमें साग बोलते हैं. साग हमारे केरला में तेक बोलते हैं. सबसे अच्छा है साग, है यार. हैं. इसकी फिनिशिंग एक नंबर आती है, सोफा बनाने के लिए. അതല്ലേ हाँ वही. वही ഏകദേശം 1900 കിലോമീറ്റർ നീളമുള്ള ഒരു ഹൈവേ ആണ് NH53. ഈ ഹൈവേ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഗുജറാത്തിലെ ഹാജിറ പോർട്ടിനെയും അതുപോലെ തന്നെ ഒഡീഷയിലെ പാരാദീപ് പോർട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മെയിൻ ഹൈവേ കൂടിയാണിത്. ഇന്നലെ രാത്രി എങ്ങാണ്ടെല്ലാം കൊണ്ട് ഒത്തിരി നേരം നിർത്തിയായിരുന്നല്ലോ. ഒത്തിരി നേരം നിർത്തിയില്ല. ശിരടി കഴിഞ്ഞപ്പോ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തി. അപ്പൊ ആ ചായക്കടക്കാരനാണ് ആദ്യം അവരുണ്ടാക്കി വെച്ച ചായ, അത് പറ്റിയല്ല, നമുക്ക് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ഉണ്ടാക്കി തന്നപ്പോ സമയം പോയി, കുറച്ച് സമയം പോയി. അല്ല, ഒത്തിരി നേരം നിർത്തിയിട്ടേക്കുന്ന പോലെ എനിക്ക് തോന്നി, അതാ ഞാൻ ചോദിച്ചേ. അത് സ്വപ്നം കണ്ട ഇല്ല, അതിന്റെ ഓടിയുടെ ഗുണം കണ്ട. പിന്നെ ബ്ലോക്കിനകത്ത് വിട്ടുകൊണ്ട് എന്നാ ബ്ലോക്ക്? ശരിയാ, കുറച്ച് ദൂരം ബ്ലോക്ക് ആയിരുന്നല്ലേ. അജീഷ് എന്താ പറയുന്നുണ്ടായിരുന്നു. ആണോ, കണ്ടില്ലല്ലോ. കാപ്പ് കുടിക്കാൻ നിർത്താനായിരിക്കും, മുമ്പേ വിശക്കെന്ന് പറഞ്ഞായിരുന്നു. ആ മറ്റേ ചുരത്തിന്റെ അവിടെ വെച്ച് മൺമേട് കഴിഞ്ഞ് വരുമ്പോ ആ ചുരത്തിന്റെ അവിടെ വെച്ച് മറ്റേ ഒരു ട്രെയിലർ ബ്രേക്ക് പോയാൻ തോന്നുന്നു, മറ്റേ റോഡ് കയറ്റി വന്നോ, വട്ടം കറങ്ങി തല വേറെ സ്ഥലത്തും വാല് വേറെ സ്ഥലത്തും മറിഞ്ഞാണ് വഴി മൊത്തം ബ്ലോക്ക്. അന്നേരം അതാണ് ബ്ലോക്ക് ഉണ്ടായത്. അതൊരു ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് ഈ പുലിയ അടുക്കാറാകുന്നതിന് ഒരു 30 കിലോമീറ്റർ അപ്പുറം വെച്ച് ഒരു പ്രൈവറ്റ് ബസ് പോയിട്ട് ലോറിയുടെ പുറകെ കൊണ്ടുപോയി കയറിയിട്ട് ആൾക്കാരെ ഇറക്കുന്ന അത് വേറൊരു ബ്ലോക്ക്. 2 ബ്ലോക്ക്. എടാ കുശുമ്പാ, ഇത് ഇങ്ങോട്ട് കുശുംബ. എനിക്ക് കുശുമ്പ പാല് മേടിക്കാൻ പറഞ്ഞു അതിന് എനിക്ക് കുശുമ്പ്. അതെ, ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടുന്ന് നമുക്ക് പാല് മേടിക്കാം. സൂററ്റ് ജില്ലാ ദൂത്ത് ഉൽപാദക സംഘ ലിമിറ്റഡ്. പാലുകാരൻ വരുന്നുണ്ട്, 1 ലിറ്റർ പാല് മേടിച്ച് ചോദിച്ചു നോക്കാം. ഓൺലൈൻ ഇല്ല അവിടെ. പൈസ മേടിച്ചു കൊടുക്കുക. ടയറിൽ ഒരു സ്ക്രൂ കയറിയായിരുന്നു, രാത്രിക്ക് നോക്കിയായിരുന്നല്ലോ അല്ലേ? കാറ്റൊന്നും കുറവില്ല, പക്ഷെ ചെറുതായിട്ട് വെട്ടിന്റെ ഇടയ്ക്കായതുകൊണ്ട് അമങ്ങുന്നില്ല, അത് അതേപോലെ തന്നെ ഇച്ചിരി അമങ്ങിയാലും ഏറെ അധികം പോവല്ല. ഇവിടെ പേരക്ക കേട്ടോ, പേരക്ക, കപ്പളങ്ങ. അത് ഇവിടുത്തെ തന്നെയാ, ഇതല്ലേ കപ്പളത്തോട്ടം. ഇത് ഇതിലെ മാലകാവ് പോവാം. 43, നാസിക്ക് 150, ഷിർഡി 137, അഹമ്മദ്നഗർ 250. പഴയങ്ങഞ്ഞി എത്ര പേർക്കുണ്ടോ? 2 പേർക്ക്. പിന്നെ നമുക്ക് എന്താ ഇച്ചിരി ഉപ്പുമാവ് കൂടെ ഉണ്ടാക്കാം. പഴം ഇരിക്കുന്നല്ലേ, ആ പഴം പോവും. പഴം വെച്ചിട്ട് കൂടുതൽ കഴിച്ചോ. ചായ साइड बनाऊंगा, साइड बना लो.
തേങ്ങ ഇട്ട് ഉപ്പുമാവ് വേണം. ഇന്നലെ തേങ്ങ ഇടാത്ത, ഇന്നാണ് ആളുണ്ട് ചിരണ്ടാനത്. തേങ്ങ കേട്ടോ. ഇവ ചപ്പാത്തിയും മുട്ടക്കറിയും കഴിക്കാണ് രാവിലെ. അവനത് കെട്ടിപ്പിടിച്ചേക്കുമായിരുന്നു ആ പാത്രം. കുറേശ്ശെ കഴിക്കടാ, ആക്രാന്ന് കാണിക്കാതെ. തൊണ്ടയെ കുടുങ്ങി എല്ലാം പറ്റിങ്ങി പിന്നെ ഞങ്ങളെ പഴി പറഞ്ഞേക്കില്ല. വെള്ളം നനച്ചു കൊടുക്കും. നല്ല ചപ്പാത്തിയല്ലേ? നല്ല ചപ്പാത്തിയാ. ഇന്നലെ ആരാ മുട്ടക്കറി വെച്ചേ? എങ്ങനെയുണ്ട്? കിളി പറഞ്ഞു. ചെവി കൂടെ പുക പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എരിവാ? കുരുമുളകും മറ്റേ പച്ചമുളകും മറ്റേ എല്ലാ മുളകും എടുത്തിട്ടെന്നാ തോന്നുന്നത്. ഇതുകൊണ്ടോ രാവിലെ ചെവിയതും പൂക്കിയും ഉറക്കം പോകാൻ വേണ്ടിട്ടുള്ള ഉറക്കം വരികയല്ലോ. ഇന്നലെ കഴിച്ചാൽ മതിയായിരുന്നു, ഉറക്കം വരത്തില്ല. ഇന്ന് നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടുണ്ട് ഉപ്പുമാവിനകത്ത്. കഴിഞ്ഞ ദിവസം തേങ്ങയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതെ, ഉപ്പുമാവ് റെഡിയായി. സാൾട്ട് മാങ്കോ ട്രീ. ചായ റെഡിയായോ? ചായ റെഡിയായി. പഴയങ്ങഞ്ഞി കുടിച്ചവർക്ക് ഗ്ലാസ് എടുത്തോണ്ട് വരുവാണെങ്കിൽ ചായ തരാം. നല്ല ഇഞ്ചി ഇട്ട ചായ മതി. രണ്ടാമത് എടുക്കാം. ഉപ്പുമാവ് വേണ്ടവരൊക്കെ വന്ന് കഴിച്ചോണം കേട്ടോ. ഇച്ചിരൂടെ ഇതെടുത്തോ, പഞ്ചസാര തീർന്നു. പഞ്ചസാര ചായക്കകത്തോട്ട് ഇല്ലേ? ഇനി ഈ പ്രാവശ്യം സാധനം മേടിക്കാണോ പോന്നെ? സാധനങ്ങൾ അല്ല, ഞാൻ ഒരു പഞ്ചസാരയും കൂടെ 1 കിലോ പഞ്ചസാര മേടിച്ചു. 1/2 കിലോയുടെ പാക്കറ്റ് പൊട്ടിച്ച് കുപ്പിക്കകത്ത് ഇട്ടുള്ളായിരുന്നു. 1/2 കിലോ നോക്കിയിട്ട് കണ്ടില്ല. ഇതിനകത്താണോന്ന് അറിയില്ല. പഞ്ചസാര ഉണ്ടോ? പഞ്ചസാര അപ്പുറത്തെ അടുക്കളയിൽ നിന്ന് വായ്പ മേടിക്കാം. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പം മറ്റേ പിന്നെ വണ്ടിയിലെ കഞ്ഞി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വാർക്കാനായിട്ട് ഇട്ടേക്കും. അപ്പോൾ അവരൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. നമുക്ക് അതെ, നമ്മുടെ കാളവണ്ടി വന്നു. രാവിലെ തോട്ടത്തിലോട്ട് പോകുന്നേ ഉള്ളൂ. ടയർ കട്ട് ചെയ്യുമൊന്നും വേണ്ട കേട്ടോ. ഇരുമ്പ് ടയറാണ് മൊത്തം. ഇവിടെ ഉള്ള നമ്മൾ ഇന്നലെ വന്ന വഴിക്കുള്ള കാളവണ്ടിയുടെ എല്ലാം വീല് ഈ ഇരുമ്പിൻ്റെയാണ്. ഞാനാണല്ലേ ഈ പ്രാവശ്യം വണ്ടി എല്ലാം കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് വൻപയറും ചെറുപയറും എല്ലാം കൂടുതൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതെ, വെജിറ്റേറിയൻ ഒരാളുണ്ട്. അപ്പോൾ അതനുസരിച്ച് വെജിറ്റബിൾ കറികളൊക്കെ വെച്ച് കൊടുക്കണം. ഈ റൂട്ടിൽ കൂടുതലും ഗുജറാത്ത് വണ്ടികളാണ് വരുന്നത്. ഇതെല്ലാം ഗുജറാത്ത് വണ്ടികളാണ്. കാരണം ഇത് ഗുജറാത്തിലേക്കുള്ള മെയിനൊരു റൂട്ടാണല്ലോ, ഗുജറാത്തിലേക്ക് ചെല്ലുന്ന വഴിയാണല്ലോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വണ്ടി ഇരുന്നാൽ കൂടുതലും സ്വാഭാവികമായിട്ടും ഗുജറാത്ത് വണ്ടികളായിരിക്കും. അതെ. അപ്പോൾ നമ്മളിങ്ങനെ ഗുജറാത്തിലേക്ക് എടുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്യാബേജ് കൃഷിയാണ്. എല്ലാം ഗോതമ്പ് പാടമാണ്. ഇപ്പോൾ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സമയമാണ്. എടാ, ഹരികൃഷ്ണൻസിനകത്തേ മമ്മൂക്കയും ലാലേട്ടനും കൂടെ ചാക്കോച്ചൻ്റെ സൗണ്ട് തിരിച്ചു കിട്ടിയത് എങ്ങനെയാ? പാട്ട് പാടിയിട്ടില്ലേ? ചാക്കോച്ചൻ്റെ സൗണ്ട് തിരിച്ചു കിട്ടിയ പോലെ നീ ഒരു പാട്ട് പാടിക്കും. ഞാൻ പറഞ്ഞോളാം. ഈ വീടുകളിലെല്ലാം എരുമയും പശുവുണ്ട്. ഈ കാണുന്ന എല്ലാം സവോള കൃഷി ചെയ്ത്. സവോള ഈ ഏരിയയിലെല്ലാം ഇഷ്ടംപോലെ കൃഷിയുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലാണ് മെയിനായിട്ട് സവോളയുടെ കൃഷി കൂടുതലും. ഈ റൂട്ടിൽ കുറേ കാറ്റാടി വണ്ടികളുണ്ടല്ലോ. അതെ, കാറ്റാടിയുടെ ലീഫാണ്, വിൻഡ് മില്ലിൻ്റെ ലീഫ്. പണ്ടത്തെ പാലം അതായിരുന്നു തോന്നുന്നല്ലേ? ആ പാലം കണ്ടോ? അതിന്റെ ഷേപ്പ് ഉണ്ടോ? ഒരു ഗോപുരം പോലെ അതിന്റെ തോന്നുന്നു. ഇറങ്ങുന്ന ഇവിടെ നമ്മളിപ്പോഴേ കടന്നു വന്നത് പൻസാര റിവറിന്റെ മുകളിൽ കൂടെയാണ്. പഞ്ചസാരയല്ല, പൻസാര റിവർ. ഇതെല്ലാം മഹാരാഷ്ട്ര ഗ്രാമങ്ങളാണ്. നമ്മൾ മഹാരാഷ്ട്ര ഏകദേശം കൂടി തീരാറായി. കുറച്ചുകൂടെ ഓടിയാൽ ഗുജറാത്തിലേക്ക് കയറും. കാണുന്ന ഒരു ശിവക്ഷേത്രം. അതെ, ഇഷ്ടം പോലെ പറമ്പുണ്ട്. ഉത്സവപ്പറമ്പ്. ഉത്സവമാകുമ്പോൾ നല്ല രസമായിരിക്കും. ഈ റൂട്ടിൽ ഏറ്റവും കൂടുതൽ ട്രെയിലറുകളാണ്. ചെറിയ വണ്ടികൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ മല കട്ട് ചെയ്തായി റോഡ് ഉണ്ടാക്കിയേക്കുന്നത്. മൊത്തം പാറയാണ്, അടുക്കടുക്കായിട്ടുള്ള പാറയാ. ഇവിടെ ഒരു ഡാമായിരുന്നു. ഡാമിലെ മീനുണ്ട് കേട്ടോ. മീൻ ഇപ്പം അയലയുടെ ഇനിയിപ്പോൾ ആർക്കും മീൻ വേണ്ട. അതെ, കാര്യം നല്ല ഫ്രഷ് മീൻ കിട്ടുമായിരുന്നു കേട്ടോ. എന്ത് മീനാന്ന് നോക്കി, ഒരു വിഷമില്ലാത്ത മീനാണ്ടോ. അതെ, ഐസൊന്നും ഇടാത്ത മീൻ. ഇതേ മറ്റേ പൻസാര നദിയിൽ ഡാം വന്നേക്കുന്നത്. അതെ ഡാം കേട്ടോ. ആ കാണുന്നത് തൊട്ടടുത്ത് തന്നെ. ഇതേ വലിയ ഡാമാണ്, ഒത്തിരി വെള്ളമുണ്ട്. പൻസാര നദി അപ്പം ചില്ലറ നദിയല്ലോ കേട്ടോ. ഈ റൈറ്റ് സൈഡ് നല്ല മലയുവാ, പാറക്കെട്ട. മഴക്കാലത്ത് വരുവാണെങ്കിൽ അടിപൊളി വഴിയല്ലേ. കപ്പളത്തോട്ടം. ഒരു പഴയ ടോൾ ബൂത്തായി നിർത്തിപ്പോയാന്ന്. ഗുജറാത്ത് വണ്ടിയാണോ? ഗുജറാത്ത് വണ്ടി വേറൊരു ഡിസൈൻ. ഓരോ സ്റ്റേറ്റിലെ വണ്ടി കണ്ടാൽ നമുക്ക് നമ്പർ നോക്കാൻ അറിയാൻ പറ്റും ഇത് എവിടുത്തെ മോഡലാണ്. ഞാനൊന്ന് ഉറങ്ങാൻ പോവാ. എപ്പോ വിളിക്കണം? എന്നെ ഒരു 10-10 വിളിച്ചായി.
എപ്പോഴാ വൈകിട്ട്. ബുദ്ധിമുട്ടായതല്ലേ? ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഇവനെ അത്ര ഉറക്കാൻ വിട്ടാലുണ്ടല്ലോ ഇവൻ രാത്രി വീണ്ടും ഇരുന്ന് ഉറങ്ങും. ആ ഒരു കാര്യം ചെയ്യാം, ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിക്കണ്ടായിരുന്നു. അല്ല, ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിക്കും. ഇപ്പം സമയമൊന്നും ആയില്ല, 10 മണി ആയതേ ഉള്ളൂ. ആ ആ അപ്പം ഉച്ചയ്ക്കൊരു 1 മണിയാകുമ്പോൾ വിളിക്കാം. ആട്ടിൻകൂട്ടം ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ചെമ്മരിയാടുണ്ടല്ലേ? ഇനി അങ്ങോട്ട് കൂടുതലുണ്ടാവും. ഞങ്ങൾ മിക്കവാറും അവിടുന്ന് കാശ്മീരിലോട് കയറ്റി പോകും, ശ്രീനഗറിന്. നിനക്ക് തണുപ്പ് തയ്ക്കാൻ പറ്റിയല്ലോ. ഇല്ല ഇല്ല ഇല്ല, ഇത് തന്നെ എനിക്ക് പോരാ. അവിടുന്ന് അവിടെ മഞ്ഞ് വീഴ്ചയാ, അപ്പം സ്നോഫോൾ കാണാൻ വേണ്ടി അല്ലേ? അതെ. വരുന്നോ? വരുന്നുണ്ടോ? അപ്പോൾ അതേന്ന് ഒരു ഡ്രൈവറെ ആരെങ്കിലും ഇങ്ങോട്ട് കൂട്ടാം. ആ എന്നിട്ട് ഇവനെ പകരം നാട്ടിലേക്ക് വിടാം. ദണ്ഡനാട്ട്. ഇവിടെ വേണമെങ്കിൽ കുറച്ച് ഞാൻ ഓടിക്കാം. സൗണ്ട് പോയ ആൾക്കാരെ കൊണ്ടൊന്നും വണ്ടി ഓടിപ്പിക്കാൻ പാടില്ലെന്ന്. അതിന് സൗണ്ട് പോയ ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന, വേറെ പണിയൊന്നും ചെയ്യണ്ടല്ലോ. ഞാൻ ഓടിച്ചോളാം, അവിടെ ഞാൻ നിർത്ത്. വേണ്ട, ഞാൻ ഓടിച്ചോളാം. ഈ പറഞ്ഞ പോലെ ഇവിടെ കാറ്റാടി ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നല്ലോ. കാറ്റാടി ഇവിടെ അല്ല, ഇതിലെ വണ്ടി ഓടി പോകുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ കാണും കേട്ടോ, ഈ മലമുകളിലൊക്കെ ഉണ്ട്. മുരിങ്ങത്തോട്ടം കാണണോ? ഇങ്ങോട്ട് നോക്കിയേ, മുരിങ്ങയെല്ലാം പൂത്ത് നിൽക്കുന്നു. ഇത് ഇവിടെ ഞാൻ ഉച്ചയ്ക്കായിരുന്നെങ്കിൽ ഇവിടുന്ന് ഇത് പറിച്ച് നമുക്ക് തോരൻ വെക്കാമായിരുന്നു. ആ മുരിങ്ങപ്പൂ പറിച്ച് തോരൻ വെക്കായിരുന്നു. തോട്ടക്കാരൻ കാണണ്ട. നമ്മൾ അവിടെ നിന്ന് ഇത്ര അങ്ങോട്ട് മുരിങ്ങ അങ്ങോട്ട് പൂക്കുന്നില്ല വീട്ടിലത്തെ ഒന്നും. ഇത് കാറ്റാടിയുടെ ആ മെഷീനാ. ആ എത്ര ടയറാന്ന് നോക്കിയേ, ആ എത്ര ആക്സിഡന്റ് ഉണ്ടെന്ന് നോക്കേണ്ടതായിരുന്നു. പുള്ളിയെ ഇവിടുന്ന് ഫുഡും കൊണ്ട് അപ്പുറത്തോട്ട് ചെന്നാ ഇപ്പൊ ഇറങ്ങി. അതേന്ന് ഇറങ്ങിയിട്ടല്ലേ? ആ നമ്മുടെ ശ്രീധരൻ ചേട്ടനാണോ? അല്ലല്ലോ. അല്ലല്ല. ആ നിനക്കറിയത്തില്ലോ. അല്ലേ, അന്ന് ഞാൻ വീഡിയോക്കകത്ത് കണ്ടല്ലോ. ആ അതെ, അതിനാ പറ്റി. ആ ബസ്സിന് എന്തോ പറ്റിയല്ലോ, ടയർ പഞ്ചറാണെന്ന് തോന്നുന്നു. പുകയൊക്കെ വരുന്നുണ്ടല്ലോ. ഓ പുക, ആ ഓട്ടോറിക്ഷയുടെ പുകയൊന്നുമില്ല. ടയർ പഞ്ചറായതല്ലോ. അപ്പുറത്തെ സൈഡ് ജാക്കി വെച്ചേക്കാൻ തോന്നുന്നു. അതിനുവേണ്ടി വണ്ടി സ്റ്റാർട്ടിങ് നിൽക്കുക, അതാ റേസ് ചെയ്താ എന്തോ ബ്രേക്ക് ഡൗൺ ആയത്. ആ ടയർ പഞ്ചർ അവിടെ അഴിച്ചിട്ടിട്ടുണ്ട്. ആ ബസ്സിന്റെ മോളിൽ കണ്ടായിരുന്നു, നമ്മുടെ ലോറിക്ക് കയറ്റാനുള്ള ലോഡുണ്ട് അതല്ലേ. ആ അത് ഇവിടെ ഓടുന്ന നൈറ്റ് സർവീസ് ബസ്സുകളെല്ലാം അങ്ങനെ ഇങ്ങനെ ഇതുപോലെ ഓരോരുത്തർ ബുക്ക് ചെയ്യുന്ന, അത് കടക്കാരൊക്കെ ബുക്ക് ചെയ്ത് വിടുന്ന സാധനങ്ങളാണ്. എന്നാലും നമ്മുടെ മേഘാലയയിലെ ആ ലോറി ബസ്, അതെ അതെ അതെ, ബസ്സിനകത്ത് ലോഡ് കയറ്റിക്കൊണ്ട് വരുന്നത്. അതെ അതെ, സീറ്റേലും എല്ലാം ഫുൾ ലോഡ്. റോഡിൽ മറ്റേ വര വരയ്ക്കുന്ന, കുറി വരയ്ക്കുക. ഇവിടുത്തെ എല്ലാം പോയി സാക്രി നെറ്റിലേക്ക്. എന്നിട്ട് നമ്മളൊരു മാക്രി കണ്ടതല്ലായിരുന്നു? ആ സാക്രി മാക്രി മേഘാലയയിലായിരുന്നു. മാക്രിയെ മേഘാലയയിലല്ല, ആസാമിലാണ് കണ്ടത്. ആ ശരിയാ, മേഘാലയയിലേക്ക് പോകുന്ന ബോർഡറിനടുത്താ. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. കാസറ്റ് ഇടയ്ക്ക് വലിയുന്നുണ്ട് കേട്ടോ. കാസറ്റ് കവക്കെട്ടുള്ളതുകൊണ്ടേ. അതെ, മുത്തും പൊന്നുമൊക്കെ സൂറത്ത് വരെ എത്തിയിട്ടുണ്ട്. അതെ അതെ, അപ്പൊ അവരെ കണ്ടിട്ട് വേണം പോവാൻ. എത്ര ദിവസമായല്ലേ? അതെ, എനിക്കൊന്ന് അവരിന്നൊരു 47 ദിവസമായി കാണും വീട്ടിൽ നിന്ന് വന്നിട്ട്. തന്നെ 10-20 ദിവസമായിട്ടുണ്ട് അല്ലേ? അതെ അതെ. ചോളം വിളവെടുത്ത് വാരി കൂട്ടിയേക്കുന്ന ചാക്കിനകത്ത് നിറച്ചാൻ വെച്ചിട്ടുണ്ട്. നീ ലോറി വന്ന് ലോഡ് കയറ്റിയാൽ മതി. സവോള പൂത്ത് വയ്ക്കുന്ന വിത്ത്. ഇതെല്ലാം സവോള കൃഷിയാ. അല്ല, ചോളം ലോഡ് കയറ്റാനായിട്ട് നിറച്ചോണ്ടിരിക്കുക. വണ്ടിയും വന്ന് കിടപ്പുണ്ട് ലോഡ് കയറ്റാൻ. ഗുജറാത്തിലാണെന്ന് തോന്നുന്നു, ഗുജറാത്ത് വണ്ടിയാണ് വന്നേക്കുന്നത്. ഇവിടെ കട്ടക്കൃഷി ഒത്തിരി ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. ആകാശ് ഹൈ ഗിയറിൽ ചുരം കയറിക്കൊണ്ടിരിക്കുക. രാത്രിയിലത്തെ ഓർമ്മയായിരിക്കും ചിലപ്പം. ഒത്തിരി പഴയ വീടുകളാണ് അതെല്ലാം. കട്ട ചുടാൻ വേണ്ടി ചൂളക്കി നീട്ടേക്ക. ഇവിടെ ഇഷ്ടം പോലെ ധാബയാണല്ലോ. ഇതൊരു ധാബ, അപ്പുറത്തെ സൈഡ് ധാബ. വണ്ടികൾ അതുപോലെ വരുന്ന ഒരു റൂട്ടാ ഇത്. ഈ വണ്ടികളെല്ലാവേ എന്നിട്ട് പകൽ ഒതുക്കിയേക്കാണല്ലോ. അതുപോലെ കുളിക്കാനും കാപ്പ് കുടിക്കാനും ഒക്കെ ഒതുക്കിയേക്കുന്നതാണ്. ലോറികൾ കൂടുതൽ വരുന്ന റൂട്ടിലെല്ലാം ധാബകൾ ഇഷ്ടം പോലെ ഉണ്ട്. ലോറികൾ കുറവുള്ളിടത്ത് ധാബ കാണത്തുമില്ല. അത് വോൾവോയുടെ ഒരു പിള്ളേരാണ്. അതേതോ വലിയൊരു ട്രാൻസ്ഫോമറാന്ന് തോന്നുന്നു. അജീഷ് ഭായേ, ചിക്കൻ മേടിക്കാൻ എവിടെയെങ്കിലും നിർത്താന്നൊക്കെ പറഞ്ഞായിരുന്നു. കട കാണുന്നില്ല. താഴേക്ക് ചെറിയൊരു ചുരം ഇറങ്ങാം. ഞാൻ ആ വണ്ടിയെ പോട്ടെ.
നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഇപ്പം ഇറങ്ങി ചെല്ലുമ്പോൾ എങ്ങനെയാണെങ്കിലും ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ സീ ലെവലിൽ തന്നെ ലെവൽ സ്ഥലമാണ്. അതെ. അപ്പം അങ്ങോട്ടൊരു ഇറങ്ങിയേ ചെല്ലാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഈ ചുരം ഇറങ്ങുന്നില്ല, ഈ ചുരം ഇറങ്ങി ഇനിയും കുറച്ച് ചുരം കൂടെ ഉണ്ട്. ചെറിയ ചെറിയ ഇറക്കങ്ങളാണുണ്ടല്ലേ. ഇറങ്ങി ചെല്ലുമ്പോൾ താഴെ ചെല്ലുമ്പോൾ ഫുള്ള് പിന്നെ നിരപ്പാണ്, കയറ്റവർക്കം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ റൂട്ടല്ലാതെ ഏത് റൂട്ടിൽ കൂടെ വന്നാലും, ഇപ്പോൾ പൂനെയിൽ നിന്ന് നാസിക്ക് വന്നാൽ അങ്ങനെ വന്നാലും ആ വഴിക്കും ഇതുപോലെ ഇറക്കമുണ്ട് താഴേക്ക്. ഇപ്പോൾ പൂനെയിൽ നിന്ന് നേരെ ബോംബെ വന്നാലും കണ്ടാളെ ഇറങ്ങിയല്ലേ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ചുരം ഇറങ്ങി താഴേക്ക് ലെവലിലേക്ക് ചെല്ലുക. അതെ, താഴോട്ട് ചെല്ലുമ്പോഴാണ് ഗുജറാത്ത്. അത് ഗുജറാത്ത് മൊത്തം നിരപ്പാണ്, നല്ല ചൂടുമായിരിക്കും. ഇവിടുത്തെ ചൂടായിരിക്കുമല്ലോ, ഇത് കൂടുതൽ ചൂടുണ്ടായിരിക്കും ഗുജറാത്തിൽ. അപ്പം ഞാനിത് ഈ 63 വന്ന 64 മെയിൻ ഡ്രൈവറായി ബിനുരാജ്. പിന്നെ ബിനുരാജ് കർണാടകയിലെ അതെ. ജനിച്ചു വളർന്നതൊക്കെ കർണാടകയല്ല. അതെ, അമ്മയും പണ്ടേ അവിടെ പോയി സെറ്റിൽ ആയതാ കർണാടക. ഒത്തിരി വർഷമായല്ലേ? ഒത്തിരി വർഷമായി. ജനിച്ചു വളർന്ന് പഠിച്ചതൊക്കെ അവിടെയാണ്. കുന്താപുരം ഉടുപ്പി. അതെ, കുന്താപുരമാണോ ഉടുപ്പിയാണോ? ഉടുപ്പി ഡിസ്ട്രിക്ട്, കുന്താപുരം താലൂക്ക്. അപ്പം ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുന്താപുരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഉടുപ്പി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ശരിയാ. അതിന് കൂടുതലും സാധ്യത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഹമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മുന്നേ പോകുന്ന വണ്ടി ചവിട്ടും. ആ വണ്ടി അത്രയും ഇറക്കം ചവിട്ടി വന്നിട്ട് ചിലപ്പം ഇത് ശ്രദ്ധിച്ച് കാണില്ല, പെട്ടെന്ന് ചവിട്ടിയിട്ട് നിന്നിട്ടുണ്ടാവില്ല. വീല് ചൂടായി വന്നിട്ട് ചവിട്ടിയിട്ട് ബ്രേക്ക് ഇട്ടാ പോയിരിക്കുന്ന. ഈ ഹമ്പ് ഉണ്ടാക്കി വെക്കുന്ന ഭയങ്കര ഡേഞ്ചറാ. അത് വല്ലതും ഈ ഇത് ഉണ്ടാക്കി വെക്കുന്നവർക്ക് ഇതുവല്ലോ അറിയാം. പുറകിൽ വരുന്നവന് ഒറ്റ ചവിട്ടി അവിടെ നിൽക്കുകയില്ല. ഇത് 5-6 ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വണ്ടി നിൽക്കണം മൊത്തം, എന്നാലേ പതുക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ ബിനുരാജിന്റെ കൂടെയുള്ള ആള് ജിനോ കൂത്താട്ടോളം. ഇടയ്ക്ക് നമ്മുടെ ഇവിടെ 2015 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളില്ലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വന്നാ. പിന്നെ വിശേഷമൊക്കെ സുഖം. അപ്പോൾ ഇത് ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, ബില്ലൊക്കെ എടുത്തിട്ട് വാ. ഇതേതുണ്ട് ഈ വണ്ടിയൊക്കെ ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് നിർത്തി സീൽ ചെയ്തിട്ട് പോന്നാ. ഫോറസ്റ്റ് വേണമല്ലോ, ഫോറസ്റ്റ് പാസ് വേണം. ചെക്ക് പോസ്റ്റിൽ ചെന്ന് അത് സീൽ ചെയ്തിട്ട് വരണം. ആ വണ്ടിക്കാരൻ നമ്മുടെ ഫാമിലി മെമ്പർ ആട്ടോ, പുള്ളി ഇറങ്ങി വരുന്നുണ്ട്. തെലങ്കാന വണ്ടിയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് കയറ്റം തുടങ്ങുന്ന നമ്മൾ കാട്ടിറങ്ങി താഴെ വന്നു. കാടി ഹൈദരാബാദ്. കാഞ്ചാരെ सोनगढ़. गुजरात. कल मैं आपका वीडियो देखा, लोडिंग करके निकल रहा था ना. वो क्या नाम है? क्या नाम है? अकरम. എല്ലാരും നമ്മൾ അറിയുന്നവരാട്ടോ പോയ വണ്ടി. ഗുജറാത്ത് വണ്ടി അത്. വനവിഭാഗ് നന്ദൂർബാർ സ്ഥലപ്പേരാ. നന്ദൂർബാർ എന്നാ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. 15 കിലോമീറ്റർ കഴിഞ്ഞ് ഒന്നുകൂടെ ഉണ്ടെന്ന്. 35. ഈ റൂട്ട് മഴക്കാലത്ത് വന്നാൽ നല്ല അടിപൊളിയാണ്. ആ മലയെല്ലാം നല്ല പച്ചപ്പിൽ നിൽക്കും. ഇപ്പോൾ ഇത് ഇവിടെ എല്ലാം മുടക്ക് ബാധിച്ചു, പുല്ലെല്ലാം കരിഞ്ഞു പോയി. അപ്പം പാസ്സൊക്കെ സീൽ വെച്ച് മേടിച്ചു. അപ്പം നേരെ ഇനി പോയി അടുത്തേ എവിടെയെങ്കിലും നിർത്തി കറി വെക്കാൻ വല്ലതും മേടിച്ച് കറി വയ്ക്കാം. കുറേ നേരമായി ചിക്കൻ കട നോക്കി നടക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ പോയേക്കാം പറപ്പിച്ചു കേട്ടോ. മറ്റേ വണ്ടിയിൽ കുറച്ച് പച്ചക്കറി മിനിങ്ങാന്നങ്ങാണ്ട് മേടിച്ച് വെച്ചതാ, ഒന്നും ഉണ്ടാക്കിയില്ല. അതും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ചിക്കൻ കറിയും വെച്ച് എന്തെങ്കിലും വെജിറ്റബിൾ കറിയും കൂടെ വെക്കണം. ഞാൻ ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ചോദിച്ചായിരുന്നു, ഇവിടെ എങ്ങാണ്ട് കടയുണ്ടെന്നാണ് പറഞ്ഞത്. ചിക്കനും മട്ടനും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. പച്ചക്കറിയും കൂടെ കറി വെക്കണം. ഒരാൾ വെജിറ്റേറിയനാ. ഇവിടെ മട്ടൻ കിട്ടി. മട്ടനേ ഉള്ളോ? ചിക്കൻ ഇല്ല, മട്ടൻ മാത്രം. മട്ടൻ 600 രൂപ. മഹാരാഷ്ട്രയിലല്ലേ നല്ല മട്ടൻ കിട്ടും. മട്ടൻ വെക്കണേലേ ഇച്ചിരി സവോളയൊക്കെ വേണമായിരുന്നു. അത് ഞാൻ മുന്നോട്ട് പോയി മേടിക്കണം എന്നാ. ആണോ? ഇവിടെ വേറെ കടയൊന്നും ഇല്ലല്ലോ. മട്ടൻ എത്ര രൂപയെന്നാ പറഞ്ഞേ? മട്ടൻ കിലോയ്ക്ക് 600 രൂപ. ഇവിടെ ഇത്ര വിലക്കുറവാണ്. മഹാരാഷ്ട്രയിലെ വിലക്കുറവാണ്. ഒരു കാലം കുറവ് മേടിച്ചു, അതേ ഉള്ളായിരുന്നു. പച്ചക്കറിയൊക്കെ നേരത്തെ മേടിച്ച് വെക്കണ്ടായിരുന്നു. പച്ചക്കറിയോ? ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നു. അത് സവോള ഇന്നലെ അങ്ങനെ മുട്ടക്കറി വെച്ചില്ലേ, അങ്ങനെ സവോള തീർന്നു. പിന്നെ 5-6 കിലോമീറ്റർ മുന്നോട്ട് പോയാലേ കിട്ടുള്ളൂ. നോക്കാം, കുറച്ച് ഉള്ളിയൊക്കെ ഇരിപ്പുണ്ട്. ഒരു കാര്യം ചെയ്യ്, അവരെ വിടാൻ പറ്റില്ല. എന്നാ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾ പോയി മേടിച്ചിട്ട് അവിടെ നിന്നോളൂ. എന്നൊക്കെ വേണ്ടെന്ന് പറഞ്ഞു എല്ലാവരെ പറഞ്ഞുവിടാം. അതുകൊണ്ട് അതൊരു പഴയ സ്കൂളാണ്. പിള്ളേരെ ഉച്ചയ്ക്ക് ചോറിനാ വിട്ട സമയം ഇത്. യൂണിഫോം മഞ്ഞ കളറായത്. ഇവിടെ ഒരു നിർത്തിപ്പോയൊരു ടോള. വണ്ടികളെല്ലാം കിടക്കുന്നുണ്ടോ? എവിടാന്ന്? ഈ സൈഡിൽ കൊണ്ടാ പാർക്ക് ചെയ്തേക്കുന്നത്, അപ്പുറത്ത് പാർക്ക് ചെയ്യാനുള്ളത്. ഇവരിവിടെ പച്ചക്കറിക്ക് മേടിക്കാൻ വേണ്ടി നിർത്തിയാൽ നമുക്ക് മുന്നോട്ട് പോയി എവിടെയെങ്കിലും ഇടയുള്ളിടത്ത് ഒതുക്കാം. അജീഷ് മുന്നേ പോയി ഇവര് പച്ചക്കറി മേടിച്ചോണ്ട് വരട്ടെ. ഇവിടെ കോഴി ഉണ്ടായിരുന്നേ. നാടൻ കോഴി ഉണ്ടായിരുന്നു. നാടൻ കോഴി കിട്ടിയാനെ. നിസ്സാരമില്ല, നാളെ മേടിക്കാം. ഇപ്പോഴേ എല്ലാവരും കൂടി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് കറി വെച്ചിട്ട് പോവാം. ഒത്തിരി സമയം പോകും.
ഇപ്പൊ കറി വെക്കാനുള്ള സവോള ഉണ്ടായിരുന്നു പറഞ്ഞ. ശരി. പിന്നെ ഇല്ലെങ്കിലോന്ന് ഓർത്താ ഞാൻ മേടിക്കാൻ പറഞ്ഞത്. കത്തിക്കൊക്കെ ഒന്ന് മൂർച്ച കൂട്ടിയേക്കാം. അത് നല്ലപോലെ ഞുറുക്കിയിട്ടുണ്ട്. അതൊന്നും നീ ചെറുതാക്കേണ്ട കാര്യം. അല്ല വലുതാക്കിയ വലിയ പീസാ. അല്ലെന്നേ ചെറുതാക്കി. ഞാൻ കണ്ടു. ഇനിയും ചെറുതാക്കണോ? അജീഷ് മട്ടൻ വെക്കുന്നുണ്ടോ? ഞാൻ മട്ടൻ വാങ്ങിച്ച് കറി വെക്കാറില്ല. ഇല്ലേ? അജീഷ് കണ്ടോ ഇടത് കൈ കൊണ്ട് എന്നാ അടിപൊളിയായിട്ട് അരിയുന്നതെന്ന് നോക്കിയോ. ഇടംകയ്യനാണോ? ഇതേ ഒരു മാർക്കറ്റ് മൊത്തം മേടിച്ചോണ്ട് പോകുന്നു. അപ്പോൾ അതെ മട്ടനൊക്കെ കഴുകിക്കൊണ്ട് വന്നു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ തിരുമ്മി വെക്കണം. ഒരു 10 മിനിറ്റ്. വെളുത്തുള്ളിയും കൂടെ പൊടിച്ചാൽ മതി. ഇതിന് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കാം നമുക്ക്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയും സവോളയും എല്ലാം കൂടി ഇട്ട് ഉപ്പും ഇട്ട് വഴറ്റി. സവോളയൊക്കെ വഴന്നു നമുക്ക് പൊടിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അധിക സമയം പൊടി എടുത്ത് വെച്ച് ചിലപ്പോൾ മുഖത്ത് വയ്ക്കും. കാറ്റ് വരുന്നുണ്ട്. കാറ്റ്. മുളക്, മല്ലി, മഞ്ഞൾ, പിന്നെ മസാല, കുരുമുളക് പൊടി. അപ്പോൾ അതേ അരപ്പൊക്കെ മൂത്ത് നമുക്ക് ഇനി മട്ടനൊക്കെ ഇട്ടൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം. ഇവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. മട്ടൻ ഇരുന്ന് വേകട്ടെ. അപ്പം അപ്പുറത്തെ അടുക്കളയിൽ എന്നാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അവിടെ എന്തൊക്കെയോ അവർ കുക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും കാവൽ നിൽക്കണോ? ഇപ്പം അത് ചൂടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഉള്ള സാധനം കൊണ്ട് ചെറിയൊരു സാമ്പാറാണോ? അല്ല ഇത് തക്കാളിയും സവോളയും മാത്രം മതിയോ സാമ്പാറിന്? ആണോ? എന്നാ ബാക്കി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അത് കടുകിട്ടു, ജീരകം ഇടാൻ പോകുന്നു. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് കർണാടക സാമ്പാറാ. അതെ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് വണ്ടിക്കാരുടെ സാമ്പാറൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളതെല്ലാം കൂടെ വെട്ടി കണ്ടിച്ചങ്ങ് ഇടും. അതിനകത്ത് കുറേ പൊടിയിടും. അതാ, അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അല്ല പെട്ടെന്ന് തിളച്ചു. ഇനി ഒന്ന് വേവാനാണ് താമസം. മട്ടനോട് ഇച്ചിരി സമയം എടുക്കും. അത് കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ അവർ തൈര് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുക്കുമ്പറും തക്കാളി സവോളയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട്. ഇതിനകത്തിട്ടോ ഇതിട്ടോ മല്ലിയില ഇട്ടോ? ഇപ്പം ഇട്ടില്ല, അത് എന്ത് കഴിഞ്ഞിട്ടായിരുന്നു? ആകാശ് സുന്ദര എണീറ്റ സുന്ദര. അവനടുക്കോ? അവൻ പല്ല് തേക്കാൻ പോയ. രാവിലെ എണീറ്റാന്ന് ഓർത്തോണ്ട് ഞാൻ ചുമ്മാ വന്നു പറഞ്ഞാൽ പോയി പല്ലൊക്കെ തേച്ചിട്ട് വരാൻ. അതുകൊണ്ട് അവൻ പല്ല് തേക്കാൻ പോയത്. അവനോർത്ത് നേരം വെളുത്തോളെന്ന് ഓർത്തെ. ജീവിതത്തിൽ ആദ്യമായിട്ടോ നട്ടുച്ചയ്ക്ക് പല്ല് തേക്കുന്നത്. അതാ ഈ ഏറ്റു വരുമ്പോ എന്തായാലും ഡയലോഗ് ഇടില്ല. ചിലപ്പോ മെമ്മറി റെഡി ആയിട്ട് വരാൻ സമയം എടുക്കും. ജീവിതത്തിൽ ആദ്യമാണ്. സാറിന് ഒന്നുപോലും തേക്കാറില്ലായിരുന്നു. ഇന്നിപ്പോ 2 പ്രാവശ്യമായി. അതെ അതെ, ഞാനും ഇന്ന് പല്ല് തേക്കാൻ മറന്നുപോയി. മിടുക്കൻ വേഗം പല്ല് തേച്ചിട്ടാ ചോറ് തരത്തുള്ളൂ. ഇങ്ങനെ പല്ല് തേക്കാൻ ഉപ്പായിട്ട് പല്ല് തേച്ചു. അത് പറ്റത്തില്ല. പല്ല് തേച്ചിട്ടാന്നല്ലേ ഞങ്ങൾ ചോറ് തരത്തുള്ളൂ, മട്ടൻ കറി തരത്തുള്ളൂ. കർണാടക സ്റ്റൈൽ സാമ്പാർ. അതൊന്നും അറിയത്തില്ല. ഇത് വേറൊരു സ്റ്റൈൽ. ഇതിനകത്ത് വെണ്ടയ്ക്കൊക്കെ ഉണ്ട്. പച്ചക്കറി മേടിച്ചായിരുന്നല്ലേ? പോലെ തന്നെ എല്ലാവരും പ്ലേറ്റ് എടുത്തോണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതായത് ചോറ്, മട്ടൻ കറി, സാലഡ്, നല്ല സാമ്പാർ, പിണറായിൻ്റെ സാമ്പാർ. അതെ. ഇനി അഥവാ ചോറ് തേഞ്ഞില്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ പിന്നെ നമ്മുടെ ഉപ്പുമാവ് ഇരിപ്പുണ്ട്. ഉപ്പുമാവ് മട്ടൻ കറിയും മതി എന്ന് അജീഷ് പറഞ്ഞു. അതെ, പെട്ടെന്ന് വിളമ്പ്. മുത്തശ്ശിക്കോ? അതിനെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടോ മട്ടൻ കഴിക്കുന്നു? മുത്തശ്ശിയെങ്ങാൻ ഇത് അറിഞ്ഞിട്ടുണ്ടോ? നിന്നെ ഉണ്ടല്ലോ. സാമ്പാർ കൊള്ളാൻ കേട്ടോ, വലിയ കുഴപ്പമില്ല. പരിപ്പും കായും ഇടാതെ സാമ്പാറായാണ് എനിക്കിഷ്ടം. ഇവിടെ എല്ലാം വലിയ ഗ്രൗണ്ട് ആക്കിയല്ലോ. റോഡ് പണിയാണോ അതോ? ഇനി 8 ലൈൻ ഹൈവേ ഒക്കെ ആവുമോ ഇത്? 6 ലൈൻ ആവുമായിരിക്കും. നമ്മുടെ വീതി കണ്ടിട്ട് 8 ലൈൻ ഹൈവേ ആവുമെന്നാ തോന്നുന്നത്. ഇത് വല്ല എനിക്ക് തോന്നേ ഹോട്ടലുകാരൂടെ കൂടി അവർക്കുള്ള പാർക്കിംഗ് കൂടെ ആക്കിയേക്കുന്നതാന്ന് തോന്നുന്നു. പിന്നെ വേറെ തന്നെ ഇവിടെ വല്ല ട്രക്ക് പാർക്കിംഗ് ആണോന്നും പറയാൻ പറ്റിയല്ലോ. അത് ശരിയാ. ടോൾ ബൂത്തും ഒക്കെ ആണെന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങോട്ടൊക്കെ നല്ല ഉണക്ക് ബാധിച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെക്ക് ഡാമാണ്.
ഡാമുള്ളതുകൊണ്ട് താഴെയൊക്കെ കണ്ടോ ഇഷ്ടംപോലെ കൃഷികളും ഉണ്ട്. ഇവിടെ വെള്ളത്തിന് പഞ്ഞമില്ല. നമ്മൾ മുന്നോട്ട് നോക്കുമ്പോഴേ ഒരു വരൾച്ചയുടെ ഒരു ലക്ഷണമല്ലേ. മങ്ങല അപ്പടി അങ്ങോട്ട് തെളിയുന്നില്ല. ഇനിയിപ്പോൾ സൂറത്തിലേക്ക് നമ്മളെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മേടിച്ചാൽ 2 കുറ്റി പുട്ട് ഒരുമിച്ചുണ്ടാക്കാം. പക്ഷെ അതിന് അടപ്പില്ല കേട്ടോ മുകളിലത്തെ. അതിന്റെ ആവശ്യമില്ല. വന്നോളൂ അല്ലേ. ചിരട്ട അങ്ങ് വെച്ചാൽ ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതാണോ ഫോറസ്റ്റ്? ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് നവാപ്പൂർ. അപ്പോൾ ഇവിടെ ഒതുക്കിക്കോ. അവിടെ ഒത്തിരി വണ്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തേ മെയിൻ ഡ്രൈവർ ഉറക്കമാണോ? വിശ്രമത്തിലാണോ? വിശ്രമിക്കുകയാണോ? ഇതെല്ലാം പിടിച്ചിട്ട വണ്ടികളും തടികളും ഒക്കെ കിടക്കുന്നതെല്ലാം നല്ല സെറ്റിയൊക്കെ ഇരിപ്പുണ്ട്. ഇതല്ല ഇവിടെ ലോറികൾ തൊട്ട് ജീപ്പും സ്കോർപ്പിയോയും പോലെ ബൈക്കും ഒക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇതെല്ലാം പിടിച്ച വണ്ടികളാണ്. അതല്ല ഇതിനകത്ത് കുറേ ഫർണിച്ചറൊക്കെ ഇരിപ്പുണ്ട്, സോഫ സെറ്റൊക്കെ. ചേട്ടാ ഇതെല്ലാം പ്ലെയിൻ ചെയ്യുന്ന മെഷീൻ, എന്ത് മെഷീനായിരിക്കുന്നത് നോക്കി. ഇഷ്ടം പോലെ ഉണ്ട്. കട്ടിങ് മെഷീനും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ പേപ്പറൊക്കെ കൊടുത്ത് നമ്മൾ സീലൊക്കെ എടുപ്പിച്ചു. നീ പോയേക്കാം. ഇപ്പോൾ അടുത്ത ഗുജറാത്തിലേ ഉള്ളൂ. ഇതുണ്ട്, ആന്ധ്രയിൽ നിന്ന് മീൻ കൊണ്ടുവന്ന വണ്ടിയാ. നമ്മൾ അങ്ങോട്ട് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന കാണത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ടും വണ്ടി വരുന്നുണ്ടല്ലോ, ആന്ധ്ര വണ്ടി. എല്ലാവരും ഏതോ കമ്പനിയിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരാ, വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതായാലും മഹാരാഷ്ട്ര തീരാറായി. മഹാരാഷ്ട്രയുടെ ബോർഡർ RTO ചെക്ക് പോസ്റ്റ്. ഇവിടെ കാറും എല്ലാം ഇതുവഴി കയറിയാണ്. എല്ലാ വണ്ടി ഇതിലേക്ക് കയറി പോകണം അതല്ലേ. ഹൈവേ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. അത് ഇങ്ങോട്ട് വരുന്ന ലൈനാണ്. അത് എപ്പോഴേ കാണുന്നത്. ഇതുണ്ടോ ചെറിയ 2 ലോഡ് കിടക്കുന്നുണ്ടോ? ഞാൻ വീതി ഒന്ന് നോക്കിയേ. നല്ല ലൈൻ ഉണ്ടല്ലോ. ഇവിടെ കുറേ സമയം പോകുമല്ലോ. കുറേ സമയം ലൈനിൽ കിടക്കാം. അപ്പോൾ അവിടുന്ന് നമ്മുടെ ഇപ്പുറത്തെ ലൈനിലേക്ക് കയറ്റി പിടിച്ചു. ആ ലൈൻ ഒരേപോലെ വണ്ടികളുണ്ട്. അവർ ഈ വണ്ടിയിലെ ആൾക്കാരാ, ഈ വണ്ടിയുടെ ആളാ. ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു തന്നാ. ഇങ്ങോട്ട് കയറ്റിക്കോ. ആ ലൈൻ അവിടെ ബ്ലോക്കാന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ലൈനിലേക്ക് കയറ്റി. അപ്പോൾ ആ സൈഡിൽ ഒരു ലൈൻ ഇല്ലെന്ന് തോന്നുന്നു. അവിടെയുള്ള വണ്ടിക്കാർ ഇങ്ങോട്ട് കുത്തിത്തരും, ഈ ലൈനുകാർ ഇങ്ങോട്ട് തരും. അങ്ങനെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ലൈൻ ഉണ്ടായിരുന്നു ചേട്ടായി. അത് അവിടെ വണ്ടി നേരെ കയറി നിൽപ്പുണ്ടോ വേബ്രിഡ്ജിൽ? പിന്നെന്തിനാ ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ മാറുന്നത്? എന്തിനാ? വേബ്രിഡ്ജിൽ ഒരെണ്ണം നിൽപ്പുണ്ട്. ആണോ? കണ്ടോ ആ ലൈൻ പോകുന്നുണ്ട്. അതും പോകുന്നുണ്ടല്ലേ. എന്നിട്ട് ചുമ്മാ ആൾക്കാർ വണ്ടി നീങ്ങാത്തോണ്ടേ എല്ലാവർക്കും ധൃതിയാണല്ലോ. ഒന്ന് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറുന്നുണ്ട്. നമ്മുടെ മറ്റേ 2 വണ്ടിയും ഇതിന് പുറകെ കയറിയോ? 2 വണ്ടിയും നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. അല്ല, അവര് അവിടെ ഒതുക്കി തന്നോണ്ട് നിർത്തിയിട്ട് മറ്റേ 2 വണ്ടിയും കൂടെ കയറ്റി വിട്ടു. അല്ലെങ്കിൽ നടക്കില്ല കേട്ടോ. അവിടെ ഇവിടെ വേബ്രിഡ്ജ് വണ്ടി തൂക്കച്ചിട്ട് മേടിച്ചോണ്ട് വേണം അപ്പുറേ ഓഫീസിലേക്ക് പോകാൻ. പെട്ട ഇവിടെ ആ ഗേറ്റിനെ അടുപ്പിച്ച് നിർത്തിക്കോ. തൂക്കത്തിൻ്റെ കാണിക്കുന്നില്ലല്ലോ. ഇത് കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. 218. അതെ, അത് ഇവിടെ ഫാസ്റ്റാകുന്ന കേട്ടാവും. ഇതുണ്ടോ ലാസ്റ്റ് 32 അല്ലേ. ഇപ്പം 21 ടണ്ണ് നമ്മുടെ ലോഡ്. നമ്മുടെ വണ്ടി 21 ടണ്ണ്, അജീഷിൻ്റെ 23, മറ്റേ 63 20 ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ തൂക്കച്ചിട്ട് അവിടെ കൊണ്ട് കാണിക്കുക, എന്നിട്ട് പോരാ. DJ പോകുന്നത്. DJ മുകളിൽ എത്ര പേരാന്ന് നോക്കിയതിന്. നമ്മൾ ഉദ്ദേശിച്ചത് അത്രയും സമയമൊന്നും ആയില്ല, പെട്ടെന്ന് തന്നെ പാസ്സായി. അരമണിക്കൂർ എടുത്തില്ല അല്ലേ? ഒരു 10-20 മിനിറ്റ് എടുത്തുള്ളൂ. 2 മണിക്കൂർ എടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അന്വേഷിച്ചായിരുന്നോന്ന് ഉദ്ദേശിച്ചത് 3/4 മണിക്കൂർന്ന്. പക്ഷെ വായിൽ അന്നേരം വന്നത് 2 മണിക്കൂർ. തമിഴ്നാട് വണ്ടി ഉണ്ടോ? 3-4 വണ്ടി. നാട്ടിലിപ്പോൾ 12 വീല് വണ്ടികളൊക്കെ വളരെ കുറവാണ്. നോക്കി എത്ര പിള്ളേരാന്നുണ്ടോ? പിള്ളേർ ഒരെണ്ണം ഉള്ളു. നല്ല ഒരെണ്ണോടുണ്ടെന്ന് തോന്നുന്നു. 3 പിള്ളേരോ? 3 എണ്ണം ഉണ്ട്. ശരിയാ. ട്രെയിൻ തെയിൻ കോയവേ വ്യാര സൂറത്ത്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര ഓടി തീർന്നു. ഗുജറാത്തിലേക്ക് കയറുക. ഇത് ഗുജറാത്ത് പോലീസിൻ്റെ ഹെഡ് പോസ്റ്റാണ്. സൂര്യനെ നോക്കി എന്നാ കളറാന്ന് നോക്കി. പക്ഷെ താഴേക്ക് നോക്കിയാൽ മൊത്തം പൊടിയോ മൂടൽമഞ്ഞോ ഒക്കെയാണ്.
ഇപ്പോഴേ ഗുജറാത്ത് RTO ചെക്ക് പോസ്റ്റ് ഇല്ല, RTO എല്ലാം നിർത്തിക്കളഞ്ഞ, നേരത്തെ നിർത്തി. അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കയറി സീല് വെച്ച് വേണം പോകാൻ. ഇവിടെ എവിടെ ആണെന്നാണ് പറഞ്ഞത്. എവിടെ പറഞ്ഞേ? റൈറ്റ് സൈഡോ? റൈറ്റ് സൈഡ് നോക്കണേ, ഇത് തപ്പിപ്പിടിച്ച് പോകണം. അതാ ഒരിടത്തും വലിയ ബോർഡൊന്നും ഇല്ല. റോഡ് പുതിയ ഫോറസ്റ്റിനാണ് ഒരു പച്ച കളറൊക്കെ കാണുമല്ലോ. അതെ, ഇതെല്ലാം ഗുജറാത്തിൽ എഴുതി വെച്ചേക്കുന്നു. ഇത് ചെറിയൊരു ഗ്രാമമാണ്. അപ്പം ഇനി നമ്മൾ ഗുജറാത്തിലൂടെ ഇവിടെ നിർത്തിയിട്ട് ഈ വണ്ടിക്കാരോട് വല്ലതും ചോദിക്കാം. ഇവിടെ ആണോ ഇനി മുന്നിലാണോ ഇവിടെ എന്ന് അറിയത്തില്ലോ. ആ പോലീസുകാരോട് ചോദിച്ചാൽ മതിയായിരുന്നു പുറകിൽ. അല്ല, ഈ എരുമയ്ക്കെല്ലാവേ തണുപ്പുള്ള സ്ഥലങ്ങളിലെ പോലെ ശരീരത്തിന് നല്ല രോമമുണ്ട്. ഇവിടെ അല്ല ചെക്ക് പോസ്റ്റ്, ഇനി ഒരു 500 മീറ്ററോടെ മുന്നിലാണ്. അപ്പം നോക്കിപ്പാൻ നമുക്ക്. സോൻഗഡ് 17, വ്യാര 37, സൂറത്ത് 107 കിലോമീറ്റർ. ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ ബോർഡാണ് കേട്ടോ. ഇത് ഗുജറാത്തിലാണ് എഴുതിയേക്കുന്നത്. പച്ച നോക്കിയാൽ മതിയായിരുന്നു. അതെ, ആ റൈറ്റ് സൈഡിൽ ചെറിയൊരു ഇതുണ്ടോ, ആ പച്ച അതല്ലേ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്, അത് തന്നെയാണ്. ചെറിയൊരു ഷെഡ് ഉണ്ട്. അവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അതിൽ പോയി ഒന്ന് ചോദിച്ചിട്ട് പോയി. ആ, അതിൻ്റെ പുറകിൽ ഓഫീസുണ്ട്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഷക്കാർഡ, റേഞ്ച് നെസു വെസ്റ്റ്, ഉച്ചാൽ, വ്യാര ഡിവിഷൻ. സീൽ ചെയ്തോ? സീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കി, ഇതുണ്ടോ ആടലോടവും പൂത്ത് നിൽക്കുന്നുണ്ടോ? ഞാനാ ആടലോടം വന്ന് ഇത്രയും പൂത്ത് നിൽക്കുന്നത് അല്ലേ? നിറയെ പോവാ. ഇത്രയും പൂട്ട് നിൽക്കുന്ന ആദ്യം കാണാം കേട്ടോ. ചുമയ്ക്കും കവക്കെട്ടിനും ഒക്കെ നല്ല. ഇതിന്റെ ഇല പറിച്ചിട്ട് പിന്നെ കുറച്ച് കുരുമുളകും ജീരകവും ഒക്കെ ഇട്ട് അരയിലിട്ട് അരച്ചിട്ട് മുട്ട കാട്ടി കുടിച്ചാൽ മതി. അല്ലാതെ വേറൊരു സാധനമുണ്ട്. ഈ ആടലോളത്തിന് ഒരു 2 ഇലയും ഈ മറ്റേ ഉപ്പും ജീരകവും ഇട്ടിട്ടില്ലേ, 1 ഗ്ലാസ് വെള്ളം അത് 1/2 ഗ്ലാസ് വരെ വറ്റിച്ചേച്ച് ആ സാധനം ചൂടോടെ കൂടി ഇങ്ങനെ ലെഞ്ചം അടിക്കുവാണെങ്കിൽ 3 നേരം കഴിക്കുക. 3 നേരം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ചുമ കഫക്കെട്ട് എല്ലാം പമ്പ് കിടക്കും. പണ്ടത്തെ വൈദ്യരായിരുന്നു. അറിഞ്ഞില്ല. ഇന്നലെ തൊട്ട് ഈ സൗണ്ട് ഇല്ല, ഞാനില്ല നടന്നിട്ട് നീ ഈ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പോരുന്ന വഴിക്ക് എന്റെ കുട്ടിക്ക് ഇവനായതും കൊണ്ട് വന്നത്. ഇവൻ കൊണ്ടുവന്ന സാധന. ഞങ്ങളുടെ വണ്ടിക്കകത്ത് മൊത്തം തുല്യതയാണ്. പനി വന്നാലും ചുമ വന്നാലും എല്ലാവർക്കും. റോഡിൽ നല്ല തിരക്കാ. NH53. ഇത് ഇങ്ങോട്ട് നോക്കിയ പക്ഷികൾ വരുന്നുണ്ടോ? ഇവിടുത്തെ കരിമ്പ് വണ്ടികളുണ്ടോ? ഇതെല്ലാം AC ലോറിയാ, ട്രാക്ടർ കുറവാ. അതെ, ഗുജറാത്തിന്റെ പഴയ ബോർഡർ RTO ചെക്ക് പോസ്റ്റ് ആയിരുന്നു. അത് നിർത്തിപ്പോയ ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റ് നിർത്തിയിട്ട് കുറേ നാളായി. എന്നാലും വണ്ടിക്കാർ ഇവിടെ വരുമ്പം അവിടെ ഇഷ്ടംപോലെ വീതിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകും. ഇതെല്ലാം ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി. ഇതെല്ലാം പൊളിച്ച് കളയണ്ട പറയുകയാണെങ്കിൽ. എന്നാണ് ഇവിടെ ഇച്ചിരി വഴിക്ക് വീതിയും പാർക്കിംഗ് ഒക്കെ കിട്ടും. സോൻഗഡ് എന്നാണ് ഈ സ്ഥലപ്പേര്, സോൻഗഡ്. അങ്ങോട്ട് നോക്കി, അന്തരീക്ഷത്തിലെ പൊടി കണ്ടോ? പൊടിയാ ഇത്. പൊടിയാന്ന് നോക്കിയത്. ഇതന്നെ കാറ്റുണ്ടായോ? ഈ ഇവിടുത്തെ ഈ മണ്ണിങ്ങനെ പൗഡർ പോലത്തെ മണ്ണ. ഇവിടെ 2-3 ക്രഷറുണ്ട്, അവിടുത്തെ പൊടിയാ. ഇതെല്ലാം ഓപ്പണാണ്, ക്രഷറില്ലാവേ. ഇതുണ്ടോ, ചുമ്മാ ഓപ്പണായിട്ടാ, ഒന്നും ഷെഡൊന്നുമില്ല. നമ്മളവിടെ എല്ലാം അടച്ച് മൂടിക്കെട്ടിയ. എല്ലായിടവും റൂം പണിത് അതിനകത്താണല്ലോ ക്രഷർ. അതുകൊണ്ട് തന്നെ പൊടി വെളിയിലോട്ട് അധികം പറക്കുകയില്ല. ഇങ്ങോട്ട് നല്ല ധാബകളൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ഹോട്ടലുകളുണ്ട്. ഇതേ റൈറ്റിലേക്ക് പൊക്രാൻ, ഇവിടെ ഒരു പൊക്രാനുണ്ട് കേട്ടോ. നമ്മൾ രാജസ്ഥാനിലെ പൊക്രാനിലല്ലേ പോയത്. അപ്പൊ അത് ഏറ്റുമാനൂരുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ സ്ഥലപ്പേരുണ്ടായിരുന്നു ഇവിടുത്തെ വ്യാര. എത്ര നാളായി ഇവിടെ ആയിട്ടപ്പോ? ഒത്തിരി വർഷമായി. ആണോ? രണ്ടുപേരും ജോലി ചെയ്യുന്നു? കഴിഞ്ഞ പ്രാവശ്യം മെസ്സേജ് അയച്ചായിരുന്നു. അന്നേരം നമ്മളിവിടെ ബസ് ശരി, എന്നാ ഇടയ്ക്ക് കാണാം. ഇനി നാട്ടിൽ വരുമ്പോ വിളിക്കുന്നു. ഈ മുകളിൽ കൂടെ പോകുന്ന ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ ആണ്. ഇതുവഴി ചെന്ന എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറുന്നത്. ഇപ്പം നമ്മൾ വന്ന NH48 ഈ മോളിൽ കൂടെ പോകുന്ന NH48. നമുക്ക് റൈറ്റിലേക്ക് പോട്ടെ. അപ്പോൾ ഇത് നേരെ മുന്നോട്ട് പോയാൽ ബറോഡ, പുറകോട്ട് പോയാൽ മുംബൈ. അപ്പോൾ നമ്മളത് വണ്ടിയെ കൊണ്ടൊരു ധാബയെ പാർക്ക് ചെയ്തു. അന്നേരത്തെ നമ്മൾ പാർക്ക് ചെയ്തിരുന്നതിന് ഇപ്പം തന്നെ ഇവരിതേ ഇവിടെ എത്തി. കുറേ ദിവസമായി കണ്ടിട്ടല്ലേ. അപ്പോൾ കൂടെ ഇതേ രാജേഷേട്ടനും ചേച്ചിയുണ്ട്. രാജേഷേട്ടൻ്റെ വയറ് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാജേഷേട്ടൻ്റെ ശ്രേയ ചേച്ചിയുടെ വീട്ടിലാണ് തങ്ങുന്നത്.